ഇനി നമ്മൾ പറയുന്നത് മലക്കുകൾക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത ചില കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ചെയ്യുമ്പോൾ മലക്കുകൾ നമ്മളെ ശപിക്കും. മലക്കുകൾ ശപിച്ചു കഴിഞ്ഞാൽ പിന്നെ ജീവിതത്തിൽ വിജയിക്കാൻ കഴിയൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മലക്കുകൾ ശപിക്കുന്നു എന്ന് പറയുന്ന പല വിഷയങ്ങളും ഖബായിറാണ്, വൻദോഷങ്ങളിൽപ്പെട്ടതാണ് എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ പറയാറുണ്ട്, പണ്ഡിതന്മാർ പറയാറുണ്ട്. അപ്പൊ ഇനി പറയുന്ന വിഷയങ്ങൾ നമുക്ക് പാടില്ലാത്തതാണ്. അത് ചെയ്യുമ്പോൾ മലക്കുകളുടെ ശാപം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ വന്നാൽ നമ്മൾ നശിക്കൂലേ? നമ്മൾ എങ്ങനെ വിജയിക്കാം? അതുകൊണ്ട് ശ്രദ്ധിക്കണമേ. ചെറിയ കാര്യം മുതൽ മൻ ദഖലൽ ഹമ്മാമ ബിഗൈരി മിസ്രിൻ ലഅനഹുൽ മലകാൻ. അനസ് റളിയല്ലാഹു അൻഹു ഹബീബിൽ നിന്ന് കേട്ടുപഠിച്ചൊരു ഹദീസാണിത്. ഇന്നിപ്പോൾ നമ്മൾ സ്പാ സെന്ററുകളുണ്ട്, നാട്ടിലൊക്കെ ഇപ്പം ഇങ്ങനെ ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അന്ന് ഹമ്മാമാണ്. ഷാമിലൊക്കെ എപ്പോഴുണ്ട് മഗ്രിബി ഹമ്മാം, മൊറോക്കോയിലുണ്ട് ഹമ്മാമുകൾ. പബ്ലിക് ബാത്റൂം എന്നാണത് പറയാം. സ്റ്റീം ബാത്ത് എടുക്കാൻ വേണ്ടി, ചുടുവെള്ളത്തിൽ കുളിക്കാൻ വേണ്ടി, പിന്നെ മറ്റു പിന്നെ ആരോഗ്യത്തിന് വേണ്ടി, നഖം മുറിക്കാൻ, വൃത്തിയാവാൻ, അതിനൊക്കെ പൈസക്കാർ പോയിരുന്ന അന്നത്തെ സലൂണുകളാണ് അന്നത്തെ ഹമ്മാമുകൾ. അത് മക്കയിലും മദീനത്തൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അത് സിറിയയിലുണ്ട്, ജോർഡാനിലും ഫലസ്തീനിലും, പിന്നെ ഇങ്ങ് നോർത്ത് ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ലിബിയയിലും അൾജീരിയയിലും അതുപോലെ തന്നെ പിന്നെ തൊട്ടടുത്തുള്ള മൊറോക്കോയിലും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അവിടങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു ഹമ്മാമുകൾ. അതിനെ സംബന്ധിച്ചൊക്കെ ഹദീസിൽ വന്നിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, അവിടെ പോയിട്ട് തുണിയിച്ചിട്ടിരിക്കരുത്, ഔറത്ത് കാണിച്ചിരിക്കരുത്. മൻ ദഖലൽ ഹമ്മാമ ബിഗൈരി മിസ്രിൻ, അരമുണ്ട് പോലും ഉടുക്കാതെ, അരമുണ്ടെന്ന് പറഞ്ഞാൽ പൊക്കിൾ മുതൽ കാൽമുട്ട് വരെ മറയുന്ന വസ്ത്രമെങ്കിലും ഇല്ലാതെ ആരെങ്കിലും അതുപോലെയുള്ള ഒരു ഹമ്മാമിൽ എന്ന് പറയുമ്പോൾ ഇന്നിപ്പോൾ സലൂൺ എന്ന് പറയുമ്പോൾ നമ്മുടെ മുടിവെട്ടുന്ന സലൂണല്ലേ, ബോഡി സ്പാ ചെയ്യുന്ന സലൂണുകളുണ്ടല്ലോ, അങ്ങനെ ഒരു അരമുണ്ടില്ലാതെ അവിടെ കടന്നു കൊടുത്താൽ ലഅനഹുൽ മലകാൻ, അവന്റെ കൂടെ നിൽക്കുന്ന 2 മലക്കുകളും അവനെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മനുഷ്യന്റെ ഔറത്ത് വെളിവാവുന്ന സ്ഥലമാണത്. ഇതൊരു ട്രീറ്റ്മെന്റിനോ ഒരു ചികിത്സക്കോ അല്ല. അങ്ങനത്തെ ഒരു ചികിത്സ അല്ലല്ലോ ഇത്. ഔറത്ത് കാണാത്ത രീതിയിൽ ഇത് ചെയ്യാൻ പറ്റൂ, അല്ലെങ്കിൽ തുണി മറച്ചുകൊണ്ടേ പറ്റുകയുള്ളൂ. ഒരു സർജറി നടക്കുന്ന പോലെയല്ല ഇത്. അത് അനിവാര്യമായ ഘട്ടങ്ങളാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ. അപ്പം നമ്മൾ ഇപ്പോൾ പബ്ലിക് നമ്മൾ കുളത്തിൽ കുളിക്കുകയാണ്, പുഴയിൽ കുളിക്കുകയാണ്. ഇപ്പം ഒന്നും ഇല്ലല്ലേ, ഇപ്പോൾ അന്യ സ്റ്റേറ്റുകാരെ കുളിക്കണുള്ളൂ അല്ലേ. നമ്മുടെ നാട്ടുകാരെ കുളി നിർത്തി വന്നു. മുമ്പൊക്കെ കുളത്തിലും പുഴയിലൊക്കെ പോയി കുളിക്കലും അലക്കലും തിരുമ്പലും വരലൊക്കെ ജോറായിരുന്നു. ഇപ്പം വല്ലാണ്ട് കാണുന്നില്ല. ഞാൻ പറയണ്ടല്ലേ, നടന്നോട്ടെ, ആയിക്കോട്ടെ, അതില്ല. അപ്പോൾ എന്ത് ചെയ്യും? ആണുങ്ങളും ട്രൗസർ ഇട്ട് കുളിക്കരുത്. എന്ത് ചെയ്യണം? ഒരു മുണ്ടെങ്കിലും മറയണം. കാൽമുട്ട് മറയുന്ന ഒരു മുണ്ടെങ്കിലും എടുത്തിട്ടേ പബ്ലിക്കിൽ കുളിക്കുമ്പോഴേ, അത് കടലിലാണെങ്കിലും കുളത്തിലാണെങ്കിലും അങ്ങനെ കുളിക്കാവൂ. അല്ലാഹുവിൻ്റെ മലക്കുകൾ ശപിച്ചുകൊണ്ടിരിക്കുന്നു. ഈ ഔറത്തിനെ സംബന്ധിച്ച് വലിയൊരു ഹദീസ് ഉണ്ട്. ലഅനല്ലാഹു നാദിറ വൽ മൻദൂറ ഇലൈഹി, ലഅനല്ലാഹു നാദിറ വൽ മൻദൂറ ഇലൈഹി, അല്ലാഹു നോക്കുന്നവനെയും നോക്കപ്പെടുന്നവനെയും ശപിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എനിക്ക് തോന്നുന്നു ഈ ഉമ്മത്തിനെ അല്ലാഹു ഇങ്ങനെ കൈവിടാൻ കാരണം ഈ അടുത്ത കാലത്തായിട്ടാണ് ഇങ്ങനെ ഒരു ഹിഫ്ള് ഉമ്മത്തിന്റെ എന്തോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. ഉമ്മത്തിനുള്ളിൽ എവിടെയോ ചില പാകപ്പിഴകൾ നടക്കുന്നുണ്ട്, നമുക്കൊക്കെ അറിയാം. ഇതിന്റെ കാരണം അന്വേഷിക്കണം. നമ്മളിങ്ങനെ ഫേസ്ബുക്കിൽ ഇങ്ങനെ കുറ്റം പറഞ്ഞ് എഴുതിയിട്ട് നമ്മളിൽ കാരണങ്ങളുണ്ടോ? നമ്മൾ എന്തെങ്കിലും ചെയ്ത് തെറ്റുകൊണ്ടാണോ ഉമ്മത്തിന്റെ ഉള്ളിൽ ഈ ഫിർഖത്തും ഇതുപോലെയുള്ള അപസ്വരങ്ങളും ഉണ്ടാകുന്നത് എന്ന് നമ്മൾ നോക്കുന്നത് നല്ലതാണ്. എനിക്ക് പേടിയാവുന്നൊരു ഹദീസാണിത്. അല്ലാഹു തആല നോക്കുന്നവനെയും നോക്കപ്പെടുന്നവനെയും ശപിച്ചിരിക്കുന്നു. എന്തിനെ പറ്റി പറയുന്നറിയോ? ഇലൽ ഔറ, ഒരു മനുഷ്യന്റെ ഔറത്ത് നോക്കുക, സെക്ഷൽ വീഡിയോകൾ കാണുക, അത്തരം ഇമേജുകൾ കാണുക. പൊണോഗ്രഫി ഈ ഉമ്മത്തിന്റെ ജീവിതത്തിന്റെ ഭാഗമായി മാറുക. അത് നോക്കപ്പെടുന്നവൻ ആരാണോ അത് കാണിച്ചു കൊടുക്കുന്നത്, അവർ ആരുടെ ഔറത്താണോ കാണപ്പെടുന്നത് അവരെയും നോക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നു. സുബ്ഹാനല്ലാഹ്, അത് വലിയ ഗൗരവമാണ്. ഔറത്തിന് കളിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ തന്നെയും, കളിയാണെങ്കിൽ തന്നെയും മുട്ടുപൊക്കൾ നമ്മുടെ ഔറത്താണ്. ദീൻ പറയണ്ടേ? അപ്പോൾ പല ട്രോളും വരും. കളിക്കുമ്പോൾ പിന്നെ ഔറത്തൊക്കെ മറിച്ച് കളിക്കുക എന്ന് പറഞ്ഞാൽ കോൽ എങ്ങനെ ഉണ്ടാവും?
മുട്ടിൻ്റെ മുകളിൽ ട്രൗസർ ഉണ്ടെങ്കിലല്ലേ ഓടാൻ പറ്റുള്ളൂ. അത് കുറച്ച് മുട്ട് വരെ ഒന്ന് ഇറക്കിയാലോ ഓടാൻ പറ്റായൊന്നുമില്ല. ഉണ്ടോ? നാളെ സ്വർഗത്തിലേക്ക് ഓടിക്കയറണമെങ്കിൽ അത് വേണ്ടി വരും. പക്ഷെ ഇവിടെ മാത്രമേ ഓട്ടം നടക്കുള്ളൂ. അതുകൊണ്ട് ഉസ്താദ്മാരങ്ങനെ പറഞ്ഞു കൊടുത്താൽ തന്നെ ഇപ്പോൾ കളിൻ്റെ കാലത്തൊക്കെ ഏതോ ഉസ്താദ്മാരങ്ങനെ പറഞ്ഞു അവറത്തെ കാണല്ലേ, അപ്പം തുടങ്ങി ട്രോള്. ഓ ഫിഫ കപ്പ് എന്ന് പറഞ്ഞാൽ പിന്നെ അവറത്തപ്പോൾ ആകെ കാണുന്നത് അത് നോക്കാനാണല്ലോ അവിടെ പോകുന്നത്, അങ്ങനെയാണോലോ ഇങ്ങനെയാണോലോ. ഓരോരുത്തർ ഓരോ രീതിയിൽ അതിനെ റീഡ് ചെയ്യുക. നമ്മൾ പറഞ്ഞു കൊടുത്ത നീ തെറ്റ് പറ്റിയിടണമെന്ന് അറിയില്ല. പക്ഷേ അവറത്ത് തന്നെയാണ്. അത് കാണുന്നതും നോക്കുന്നതും കാണിച്ചു കൊടുക്കുന്നതും ഒരു മുസ്ലിമിന് കുറ്റകരമാണ്. ഇസ്ലാം വേണ്ട അന്ന് നമുക്ക് ആവശ്യമില്ല, അവര് പോയിക്കോട്ടെ, അവരെ പറ്റിയല്ല നമ്മൾ പറയുന്നത്. നമ്മൾ മുസ്ലിമീങ്ങളല്ലേ പറയുന്നത്. ലഅനല്ലാഹു നാദിറ വൽ മൻദൂറ ഇലൈഹി. ഒരു അന്യ മനുഷ്യന്റെ ആണിന്റെയോ പെണ്ണിന്റെയോ ഔറത്ത്, ഒരു ഭാര്യ ഭർത്താവിനും ഭർത്താവിന്റെ ഭാര്യയ്ക്കും അവിടെ വിഷയമല്ല, അല്ലാത്തത് മുഴുവൻ പ്രശ്നമാണ്, ഹറാമാണ്. അങ്ങനെ വരികയാണെങ്കിൽ നമ്മുടെ കൊച്ചുമക്കളെ സ്കൂളുകളിൽ നിന്ന് പോലും ഇതുപോലെയുള്ള വേണ്ടാവൃത്തികൾ നോക്കുകയോ കാണുകയോ മൊബൈൽ ഫോണും അല്ലാത്ത ഉപയോഗിക്കുന്ന കാലമാണ്. ഔറത്ത് കാണുക, അന്യ പെണ്ണുങ്ങളായിക്കോട്ടെ, പച്ചയായി ഒരു വസ്ത്രം പോലിടാതെ ഇരിക്കുന്ന ഔറത്തുകൾ വരെ, നഗ്നത വരെ പരസ്യമായി ബ്രോഡ്കാസ്റ്റ് ചെയ്യപ്പെടുന്ന ലോകമാണിത്. എത്ര ഒരു ഡേഞ്ചറാണ് അത്. ഈ ഉമ്മത്ത് മുഴുവൻ കാണാൻ നിന്ന ഈ ഉമ്മത്തിനെ മുഴുവൻ അള്ളാഹു ശപിച്ചിട്ടുണ്ടാവൂലേ? ഉമ്മത്ത് ശപിക്കപ്പെട്ടിട്ടുണ്ടാവും. പിന്നെ നമ്മൾ തോർന്നിട്ട് എങ്ങനെ രക്ഷപ്പെടാനാണ്? പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുക? അള്ളാഹ് ശപിച്ചു എന്നാണ്. എല്ലാവരും ആണുങ്ങളും പെണ്ണുങ്ങളും ഇതാണെങ്കിൽ എൻ്റെ ഒരു ശ്രദ്ധയിലേക്കൊരു വിഷയം എൻ്റെ സുഹൃത്ത് സൂചിപ്പിച്ചു. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ആളിപ്പോൾ ഗൾഫിലാണുള്ളത്, ഭാര്യ നാട്ടിലാണ്, ഒരു കുട്ടിയുണ്ട്. ഭാര്യയുടെ പണി എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോൺ എടുക്കുക, അതിലിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, വേണ്ടാത്തൊക്കെ ഉണ്ടാവും. റൂം പോയി കിടന്നുറങ്ങി കുട്ടികൾ വാതിൽ തുറന്ന് ഉമ്മ വാതിൽ തുറക്കുന്ന ശല്യം ചെയ്യുമ്പോൾ കുട്ടികളുടെ കയ്യിൽ ഫോൺ കൊടുക്കുക. അപ്പോൾ കുട്ടികൾ എന്ത് ചെയ്യും? ആ ഫോണിട്ട് പോകും. അപ്പോൾ 30 വീണ്ടും കിടക്കാം. ഈ നടക്കുന്ന നടത്തത്തിനിടയിൽ ആ ഉമ്മ കണ്ടിരുന്ന മോശപ്പെട്ട വീഡിയോകളൊക്കെ അതിൻ്റെ ഹിസ്റ്ററിയിൽ ഉണ്ടാവുമല്ലോ. അപ്പോൾ കുട്ടി നോക്കുമ്പോൾ കുട്ടി അത് കണ്ടു. ആ കുട്ടിക്ക് 11 വയസ്സായിട്ടുള്ള ആൺകുട്ടിക്ക്, ആ കുട്ടി ഇപ്പോൾ ഈ ഒരു സെക്ഷൽ വീഡിയോകളുടെ അഡിക്റ്റായി മാറി, വലിയ വിഷയമായി. ഇപ്പം എന്തേ ഉമ്മ അറിഞ്ഞിട്ട് പോലുമില്ല ഈ സംഭവം. കുട്ടി ഇത് മൊബൈൽ എടുത്ത് കൊണ്ടുപോകുന്നത് കാണാനാണ്. കണ്ട് കുട്ടിക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് തോന്നി തുടങ്ങി. 10-11 വയസ്സാവുന്നുള്ളൂ. എത്ര ഡേഞ്ചറാണ് ആലോചിച്ച് നോക്കി. നമ്മുടെ പെണ്ണുങ്ങളും ഇത് കാണുന്നുണ്ട്, ആണുങ്ങളും കാണുന്നുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ഉമ്മത്തിന്റെ ആമീനിനും ദുആ സമ്മേളനത്തിനും എവിടെ നിന്ന് ഉത്തരം കിട്ടാനാണ്? ലഅനല്ലാഹു നാദിറ വൽ മൻദൂറ ഇലൈഹി. ഔറത്ത് നോക്കുന്നവനെയും ഔറത്ത് കാണിച്ചു കൊടുക്കുന്നവനെയും അള്ളാഹു ശപിച്ചിരിക്കുന്നുവെന്ന് പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ മലക്കുകൾ ശപിക്കും, മുഅ്മിനീങ്ങൾ ശപിക്കും. യൽഅനുഹുമുൽ ലാഇനൂൻ. അതുകൊണ്ട് നമ്മൾ പേടിക്കണം. ഇതുപോലെയുള്ളൊരു കാലഘട്ടത്തിൽ ഈ ഉമ്മത്തിന് പ്രതിസന്ധി വരുന്നത്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന പ്രതിസന്ധി, പുറത്തു നിന്നുള്ള പ്രതിസന്ധി, ശത്രുക്കളുടെ പ്രതിസന്ധി, ഭരണകൂടങ്ങളിൽ നിന്ന് വരുന്ന പ്രതിസന്ധികൾ, ഭീഷണികൾ, ഇതിനൊക്കെ അള്ളാഹു നമ്മെ ശപിച്ചിട്ടുണ്ടെങ്കിൽ എന്ത് നടക്കും? എന്ത് ചെയ്തിട്ട് എന്ത് കാര്യം? അള്ളാഹ് ശപിച്ചു വിട്ട പിന്നെ എന്ത് ചെയ്യും? തിരിഞ്ഞു നോക്കോ? നമ്മൾ ഒരാളോട് പിണങ്ങിയാൽ ആ മനുഷ്യമ്മ തിരിഞ്ഞു നോക്കോ? ആള് കിണറ്റിൽ വീണു, ആ കടന്നോട്ടെ എന്നല്ലേ പറയാ. ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിലേ ശപിക്കുക ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അള്ളാഹു ഈ ഉമ്മത്തിന് ശപിച്ചു, ആയിക്കോട്ടെ, ഓരോ JCB മുഴുവെടുത്ത് കോരിക്കൊണ്ടേക്കോട്ടെ, എനിക്കെന്ത് അവർക്കിതൊക്കെ അല്ലേ വേണ്ടത് എന്ന് അള്ളാഹു അങ്ങ് തീരുമാനിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുമോ എന്ന് നമ്മൾ പേടിക്കണം. ലഅനല്ലാഹു നാദിറ വൽ മൻദൂറ ഇലൈഹി. മലക്കുകളുടെ ദുആയും അവരുടെ സാമീപ്യവും ഒക്കെ കിട്ടുന്ന കൂട്ടത്തിൽ അവരുടെ ശാപം വാങ്ങിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. മൻ ദഖലൽ ഹമ്മാമ ബിഗൈരി മിഅ്സരിൻ ലഅനഹുൽ മലക്കാൻ. അരമുണ്ട് വസ്ത്രമില്ലാതെ പബ്ലിക്കായ ഒരു ബാത്റൂമിലോ കുളിസ്ഥലത്തോ ഒരാൾ ഇറങ്ങുമ്പോൾ മുഅ്മിനായൊരു മനുഷ്യനെ, ആണായാലും പെണ്ണായാലും ഔറത്ത് കാണിക്കുമ്പോൾ അവർ 2 മലക്കുകളും അവരെ ശപിച്ചുകൊണ്ടിരിക്കുമെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് ഫിത്ന വരും. ഈ ഉമ്മത്തിന്റെ ഉള്ളിൽ വിള്ളൽ വരും.